നിങ്ങൾ വിൻറ്റേജ് വണ്ടികൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും റീൽ കണ്ടിരിക്കണം. പലരും പറഞ്ഞു പറ്റിക്കും. മിൻറ്റ് കണ്ടീഷൻ, പിൻ ടു പിൻ റെസ്റ്റോറേഷൻ എല്ലാം വെറും തോന്നലാണ്. അങ്ങനെ ഒരു മിൻറ്റ് കണ്ടീഷനോ പിൻ ടു പിൻ റെസ്റ്റോർ ചെയ്തൊരു വണ്ടി ഇല്ല. നന്നായി പണിത വണ്ടി എടുത്താലും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വർക്ക്ഷോപ്പിൽ പോകേണ്ടി വരും. ഓയിൽ ലീക്ക്, എൻജിൻ കംപ്ലൈൻറ്റ്, ലോവർ ആകുമ്പോൾ തുരുമ്പ്, ഇതൊക്കെ സഹിക്കാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ ഈ വിൻറ്റേജ് വണ്ടി കാറ്റഗറി എടുക്കാൻ പോയാൽ മതി. മറ്റൊരു കാര്യം, നിങ്ങൾ ആഗ്രഹിച്ചത് ഒരു വണ്ടി വാങ്ങിച്ചു, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് അടുത്തൊരു ആഗ്രഹം വരും, അത് കഴിഞ്ഞ് വേറൊരു ആഗ്രഹം. ഇത് മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു വണ്ടി വാങ്ങിച്ച് നിങ്ങൾ അത് വർക്ക്ഷോപ്പിൽ കയറ്റി അത് ഇറങ്ങുന്നതിന് മുമ്പ് അടുത്ത വണ്ടി കേടാവും. എൻ്റെ ഇത്രയും വണ്ടികൾ ഞാൻ ഇതൊരു ഒരുമിച്ച് കണ്ടിട്ടില്ല. കാരണം മിക്കപ്പോഴും 2-3 വണ്ടികൾ വർക്ക്ഷോപ്പിലായിരിക്കും. അതാണ് നിങ്ങൾ പലപ്പോഴും ചോദിക്കുമ്പോൾ LC എവിടെ, പെട്രോൾ എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിൽ എവിടെയെങ്കിലൊക്കെ കിടക്കുകയായിരിക്കും, ഏതെങ്കിലും വർക്ക്ഷോപ്പിലായിരിക്കും. നിങ്ങൾ ഈ കിടക്കുന്ന സെന്നെ ഉണ്ട്, ഇത്രയും ഭംഗിയുള്ള സെന്നെ നിങ്ങൾ അടുത്ത കാലത്തൊന്നും കണ്ടു കാണില്ല. എന്നാൽ ഈ സാധനം ഒന്ന് ഓടിച്ചു നോക്കണം. നിങ്ങൾ പട്ടിക്കൂടിന് ടയറിട്ട പോലെ ഫുൾ ഇളക്കമാണ്. എൻജിൻ ലീക്ക്, കൂളൻ ലീക്ക്, സകലമാന പ്രശ്നങ്ങൾ. പിന്നെ ഈ പറഞ്ഞ ഈ ഫീൽഡിൽ നമുക്ക് ധനനഷ്ടം, മാനഹാനി, ഈ പറഞ്ഞ എല്ലാ സംഭവങ്ങളും നമുക്ക് വിധിച്ചിട്ടുള്ളതാണ്. ഈ ബഗ് തലയ്ക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ പോവുകയുള്ളൂ. ഇച്ചിരി ആശ്വാസം പലരും നിങ്ങളെപ്പോലുള്ള പലരും കമൻറ്റ് ചെയ്യുമ്പോഴോ ലൈക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് മാത്രമേ കിട്ടുള്ളൂ. അല്ലാതെ വേറൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ വെരി ടഫ്. പിന്നെ ഒരു പ്രഷർ സിറ്റുവേഷൻ വരും. നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വണ്ടി ചിലപ്പോൾ ഒരു 10-200 കിലോമീറ്റർ യാത്രയൊക്കെ ചെയ്തിട്ട് നമ്മൾ ചെന്ന് കണ്ട് അവിടെ കാണുമ്പോൾ ചെല്ലുമ്പോൾ അറിയാം അതിൻ്റെ കണ്ടീഷൻ ഒന്നും അത്ര നല്ലതായിരിക്കില്ല. പക്ഷെ നമ്മൾ അങ്ങനെ പ്രഷറൈസ്ഡ് ആയി പോയി. അതായത് ഇനി ഇത് വേറെ കിട്ടുമോ, ഇതിൻ്റെ ഇതൊക്കെ എങ്ങനെയും നന്നാക്കാന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് എടുക്കുക. അവസാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങുന്നൊരു പരിപാടി ഉണ്ടാവില്ല. അങ്ങനത്തെ പല വണ്ടികളും എൻ്റെ കയ്യിലുണ്ട്. ഇതല്ല വേറെ. ഇത് കാറുകൾ വാങ്ങിക്കുമ്പോൾ മാത്രമുള്ള പ്രശ്നമല്ല, ബൈക്ക് വാങ്ങിക്കുമ്പോഴും സെയിം പ്രശ്നമുണ്ട്. നമ്മുടെ ഷെർഹാൻ്റെ പ്രോബ്ലംസ് കാണാം. 40 രൂപ വരുന്ന മാർക്കറ്റിൽ നിലവിൽ സമുറായി മാക്സിമൊക്കെ 40 രൂപയാണ് വരുന്നത്. RX100 ഒക്കെ എടുക്കുമ്പോൾ 1 lakh ആ ഒരു റേഞ്ചൊക്കെ വരുന്നത് കൊണ്ട് മാത്രം 40 രൂപ ബഡ്ജറ്റിൽ 2 സ്ട്രോക്ക് ബൈക്ക് കണ്ടപ്പോൾ ചാടി പിടിച്ച് പോയി എടുത്തതാണ്. ഇപ്പം ഡോക്ടറോട് പണി കിട്ടിയ സംഭവം പണിത് ഒരു RX എടുക്കുന്നതിനേക്കാളും വിലയായിട്ടുണ്ട് എൻ്റെ വണ്ടി. അതാണ് ബൈക്ക് വാങ്ങിച്ചുള്ള എൻ്റെ അനുഭവം. അതുകൊണ്ട് പൊന്നു മക്കളെ, പൈസ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ വിൻറ്റേജ് സാധനങ്ങളൊക്കെ എടുക്കുക. കൺക്ലൂഷൻ ഇതാണ്, ഓൾമോസ്റ്റ് സേ നോ ടു വിൻറ്റേജ്. ചെറുതാനേ നല്ലൊരു മഞ്ഞ RX എടുത്ത് കണ്ടിട്ടുള്ള ആരുടെയാടാ? നമുക്ക് നോക്കിയാലോ.